ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മേഘനയാണെന്നുണ്ടെങ്കിൽ മഞ്ജുവും അതുപോലെ തന്നെ മാനസയും കൂടി അടിച്ചു പൊടിച്ച് കലക്കി കുടിച്ചിരിക്കുകയാണ് കോടതിയിൽ. അങ്ങനെ മേഘന്റെ ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലാകട്ടെ മേഘന. അയ്യോ, താൻ കുടുങ്ങിപ്പോയല്ലോ എന്നൊരു അവസ്ഥയിൽ മേഘനാവാണ്. മഞ്ജു നല്ല രീതിയിൽ തന്നെ കോടതിയിൽ പറയുന്നുണ്ട്, എന്നെ പ്രണയിച്ചത് ഇയാളാണ്. ചെറുപ്പം മുതലേ നമ്മൾ വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ചെറുപ്പം മുതൽ നമ്മൾ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴും ഞാൻ ഇയാളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത്. പക്ഷേ അത് പിന്നീടാണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായത്. ഇയാള് എന്നെ മാത്രമല്ല പല പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അതിൽ ഒരു ഭാര്യ മാത്രമാണ് ഈ മാനസാന്നും മാനസയുടെ കയ്യിലുള്ള കുഞ്ഞ് ഇയാളുടെ കുഞ്ഞാണെന്നുള്ള സത്യങ്ങളൊക്കെ ഞാൻ ഈ അടുത്ത കാലത്താണ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷമാണ് ഞാൻ മേഘന്റെ ജീവിതത്തിൽ നിന്ന് പോയത് എന്നൊക്കെ മഞ്ജു കോടതിക്ക് മുമ്പ് പറയുമ്പോഴേക്കും കോടതി പറയുന്നുണ്ട്, അതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യമൊന്നും ഇയാളെ കുറിച്ചും പലതും പറഞ്ഞപ്പോൾ ഒന്നും വിശ്വസിച്ചില്ല. എന്റെ ഏട്ടൻ വരെ ഇയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. ഏട്ടനും ഞാനും തമ്മിൽ ഇയാളുടെ പേരിൽ തെറ്റുകയും ചെയ്തു. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് ഇയാളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അത് ഈ മാനസ എന്ന് പറഞ്ഞ പെണ്ണ് മാത്രമല്ല, വേറെ പല പെണ്ണുങ്ങളായിട്ടും ഇയാൾക്ക് ബന്ധമുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പൊ അനന്തു കോടതിക്ക് മുമ്പ് പറയുന്നുണ്ട്, ഇതിനെല്ലാം തന്നെ തെളിവുകളുണ്ട് യുവർ ഓണർ, എല്ലാ കാര്യങ്ങളും തെളിവുകൾ അടക്കമുണ്ട്. മാനസയും അതുപോലെ തന്നെ മേഘനാഥനായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവുകൾ വരെ കയ്യിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാനസയെ രണ്ടും കൽപ്പിച്ചിട്ടാണ് കോടതിയിൽ നിൽക്കുന്നത്. എന്തൊക്കെ വന്നാലും മേഘനെതിരെ താൻ ഇന്ന് മൊഴി കൊടുത്തിരിക്കും. തനിക്ക് പറയാനുള്ളതും മേഘം ഭീഷണിപ്പെടുത്തിയതും എല്ലാത്തിനെയും കുറിച്ച് താൻ ഇവിടെ പറഞ്ഞേ പറ്റൂ എന്ന രീതിയിലാണ് മാനസ നിൽക്കുന്നത് കേട്ടോ. അതിനുശേഷം മാനസിനെ വിസ്തരിക്കണ മുമ്പ് മേഘനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ മാനസേനെ അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മേഘൻ, ഏത് മാനസ, എനിക്കൊന്നും അറിയില്ല. ചെറിയൊരു എവിടെയോ കണ്ടൊരു പരിചയം ഉണ്ടെന്നല്ലാണ്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പിന്നെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ പേരിലാണ് ഇവളിപ്പൊ എന്നെ ഇങ്ങനെ ക്രൂശിക്കണത് എന്നൊക്കെ പറയാട്ടോ. അപ്പൊ അതെല്ലാം തന്നെ നുണയാണെന്ന് അനന്ത് തെളിയിക്കുന്നുണ്ട്. ഇയാൾ നുണയാണ് പറയണത്. ഇയാള് മാനസിനെ പ്രണയിച്ചെന്ന് മാത്രമല്ല അവർക്ക് ഒരു കുഞ്ഞുണ്ടെന്ന് പറയാണ്. കുഞ്ഞോ? എനിക്ക് കുഞ്ഞൊന്നുമില്ല എന്ന് മേഘം പറയുമ്പോഴേക്കും അപ്പൊ മനസ്സിൽ നിങ്ങൾക്കുള്ള അപ്പുമോൻ ആഴ കുഞ്ഞ എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടി ഒന്നും മേഘൻ പറയുന്നില്ല കേട്ടോ. എനിക്കെന്തായാലും അവരായിട്ട് ആ തരത്തിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ ആനന്ദു ആ ബന്ധത്തിന്റെ തെളിവൊക്കെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുകയാണ്. അവര് വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ച് നടന്ന ഫോട്ടോസും അതിനുശേഷം കുഞ്ഞായപ്പോ കുഞ്ഞിൻ്റെ ആയിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ ബേബി ഷവറിന്റെ ഫോട്ടോവും അങ്ങനെ എന്തൊക്കെ തെളിവുകളുണ്ടോ അതെല്ലാം തന്നെ കോടതിക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് അനന്തു കേട്ടോ. അതിനുശേഷം കോടതി നമ്മുടെ മേഘനൊന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. മേഘന്റെ വക്കീലാണെങ്കിൽ ഇതൊക്കെ പച്ച കള്ളമാണോ യുവർ ഓണർ? ഈ കാലത്ത് രണ്ട് ഫോട്ടോകൾ തമ്മിൽ യോജിപ്പിച്ചു വെക്കാനാണോ ഇത്ര പ്രയാസമില്ലാത്തത്? ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ രണ്ട് ഫോട്ടോകൾ തമ്മിൽ യോജിപ്പിച്ചു വെക്കാം. ഇതൊക്കെ ഫേക്കാണ് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അനന്ത് പറയുന്നുണ്ട്, ശരി, ഫോട്ടോസ് ഫേക്ക് ആയിരിക്കാം, പക്ഷെ ഇയാളുടെ രക്തത്തിൽ മാനസക്കൊരു കുഞ്ഞുണ്ട്. അതിന്റെ കാര്യത്തിൽ എന്താണ് അവ വക്കീലിന് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മേഘന്റെ വക്കീലിന് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ അങ്ങ് നിൽക്കാട്ടോ. പിന്നീട് മാനസയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ പറയാണ്. ഇയാളെ വിവാഹം കഴിക്കാൻ പോണ കാര്യം, വിവാഹം കഴിച്ച കാര്യമൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് ചെലവിന് തരാം എന്നൊരു വാക്കിലാണ് ഇയാള് മഞ്ജുവിനെ വിവാഹം കഴിച്ചത്. പിന്നീട് മഞ്ജുവായിട്ടുള്ള വിവാഹ ശേഷം എനിക്ക് ചെലവിനൊന്നും തരുന്നുണ്ടായിരുന്നില്ല. എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളൊന്നും തന്നെ ഇയാൾ നോക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഭീഷണിയായി ഇയാൾ ചെയ്യുന്നത്. അതാണ് ഞാൻ പരാതി കൊടുത്തതൊക്കെ മാനസയും പറയാണ്. അങ്ങനെ കോടതി അടുത്ത ദിവസം കൂടാമെന്ന് തീരുമാനിച്ച് അവരങ്ങോട്ട് പറഞ്ഞു വിടുക കേട്ടോ. പറഞ്ഞു വിട്ട് കഴിയുമ്പോഴേക്കും മേഘന പറയുന്നുണ്ട്, ഇതിനെയൊക്കെ ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞിരിക്കും. എന്തായാലും DNA ടെസ്റ്റിന്റെ റിപ്പോർട്ട് വരട്ടെ. നിങ്ങളിത് ഇവളെ വിശ്വസിച്ചിട്ടാണല്ലോ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ഈ മാനസേന ഇവൾ എത്ര പേരായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഈ കുഞ്ഞ് എന്റെ തന്നെയാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? കാര്യങ്ങളൊക്കെ മറിഞ്ഞും തിരിഞ്ഞു വരാൻ അധികം സമയമൊന്നും വേണ്ട എന്നൊക്കെ മേഘനാഥൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാട്ടോ. മാനസയുടെ മുഖത്ത് നോക്കി പറയണ്ട്, ഇടി മാനസേ, ഇത് എന്റെ കുഞ്ഞ് തന്നെയാണെന്ന് നിനക്ക് ഇത്ര ഉറപ്പുണ്ടോടി? ദേ, അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് പല പെണ്ണുങ്ങളുടെ ബന്ധം ഉണ്ടാവും, പക്ഷെ എനിക്ക് നിങ്ങളായിട്ട് മാത്രമേ ബന്ധം ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ് ഇത് എന്ന് പറയുമ്പോൾ ശരി, അടുത്ത പ്രാവശ്യം കോടതി കൂടുമ്പോ ഇതിന്റെ DNA ടെസ്റ്റ് എടുത്തിട്ട് തെളിയിക്കാന്നല്ലേ പറഞ്ഞത്? ശരി, തെളിയിക്കട്ടെ. ആ സമയത്ത് ഇത് എന്റെ കുഞ്ഞാണെന്ന് തെളിയുകയാണെങ്കിൽ നിന്നെയും കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ മേഘൻ ഇങ്ങനെ പറയാട്ടോ. മേഘൻ ഇങ്ങനെ പറയുമ്പോൾ അതിലെന്തൊക്കെയോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് അനന്തും മാർക്കും സാഗറൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്.
അങ്ങനെ മേഘനാഥന്റെ കേസ് അടുത്ത മാസം 10ാം തീയതിയിലേക്ക് തള്ളിയിരിക്കുകയാണ്. അതിനുള്ളിൽ DNA ടെസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യണം. ആ സമയത്ത് ആ പീരീഡിനുള്ളിൽ കക്ഷികൾ പരസ്പരം കാണാനോ സംസാരിക്കാനോ ഒന്നും പാടില്ല. ആ രീതിയിലേക്കാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മേഘനാഥൻ പറയണ്ട ഈ കേസ് ഞാൻ തന്നെ ജയിക്കും, ഞാൻ ജയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോണം കേട്ടോ. മാർക്കും ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇയാൾ എന്തോ മനസ്സിൽ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. അല്ലെങ്കിൽ ഇയാൾ ഒരിക്കലും ഇങ്ങനെ പറയില്ലല്ലോ, എന്തോ കാര്യമുണ്ട്, എന്തായാലും അത് അന്വേഷിക്കണം എന്ന് മാർക്കോ സാഗറിനോട് പറയാണ്. സാഗർ പറയുന്നുണ്ട്, അതെ അതെ, ഇയാളുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് അയാൾ ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്നിട്ട് അട്ടഹസിച്ചത്. അപ്പോ അതിന്റെ പുറകിൽ എന്തുകൊണ്ട്, എന്തൊരു വലിയ ചതി തന്നെ ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് സാഗറും മാർക്കോവും പരസ്പരം സംസാരിക്കാട്ടോ. അനന്ത് പറയണ്ടേ, എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ, എന്തായാലും അവൻ തന്നെയാണല്ലോ അച്ഛൻ, അങ്ങനെ തന്നെയല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ തന്നെയാണ്, വേറെ ഒരു കുഴപ്പമില്ല എന്ന് മാർക്കോവും പറയാണ്. അങ്ങനെ മാനസെടുത്ത് പറയണ്ട്, നീ നന്നായിട്ട് സൂക്ഷിക്കണം, പറ്റുമെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ തന്നെ നിന്നാ മതി, അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ജീവന്, നിന്റെ മോന്റെ ജീവന് ആപത്താവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അനന്തു പറയുന്നുണ്ട്. മാനസ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ മേഘൻ അവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോണത്. ഉണ്ണിയാണെങ്കിൽ അമ്മയടുത്ത് പറയുന്നുണ്ട്, മേഘേട്ടനെ രക്ഷിക്കിച്ചേ പറ്റൂ, മേഘേട്ടനെ ഈ കാര്യത്തിൽ കൊടുക്കാനായിട്ട് കണ്ണേട്ടനും അതുപോലെ തന്നെ മഹാലക്ഷ്മി ശ്രമിക്കും. അതുകൊണ്ട് നമുക്ക് മേഘേട്ടനെ രക്ഷിച്ചേ പറ്റൂ. ആ കുഞ്ഞിന്റെ അച്ഛൻ മേഘേട്ടനാണെന്ന് തെളിഞ്ഞ മേഘേട്ടൻ ആ കുഞ്ഞിനെയും അതുപോലെ തന്നെ മാനസം ആ സ്ത്രീനെയും ഏറ്റെടുക്കേണ്ടി വരും. പിന്നെ മഞ്ജുവിന്റെ കാര്യം ആകെ അവതാളത്തിലാവും. അഥവാ മേഘേട്ടനല്ല ആ കുഞ്ഞിന്റെ അച്ഛനെന്നുണ്ടെങ്കിൽ മഞ്ജു അവന്റെ കൂടെ പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതെങ്ങനെയെങ്കിലും തെളിയിച്ചേ പറ്റൂ, മേഘേട്ടനല്ല ആ കുഞ്ഞിന്റെ അച്ഛനെന്ന്. അതെങ്ങനെ തെളിയിക്കാനടാ? കോടതിയുടെ നിയമത്തിനനുസരിച്ചല്ലേ പോകുള്ളൂ എന്ന് അമ്മ പറയുമ്പോ, അമ്മേ അതൊക്കെ നമുക്ക് എന്താ ചെയ്യാമേ എന്ന് പറയാണ്. അപ്പൊ കണ്ണൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എന്താ അമ്മയും മക്കളും ഒരു ഗൂഢാലോചന? എന്താ നിങ്ങൾക്ക് ഭാര്യക്കും നിങ്ങൾക്ക് മാത്രം ഗൂഢാലോചന നടത്തിയാൽ മതിയോ? ഞങ്ങൾക്കും സംസാരിക്കണ്ടേ? സംസാരിച്ചോ, പക്ഷെ ഇത് വെറും സംസാരമല്ല, നിങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എന്താ ഞങ്ങൾക്കൊന്നും പ്ലാൻ ചെയ്തൂടെ? പ്ലാൻ ചെയ്യുന്നതൊക്കെ കൊള്ളാം, മറ്റുള്ളവർ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എല്ലാത്തിനും ഞാൻ അടിച്ചോടിക്കും. എന്നിട്ട് മഞ്ജുവിനെയും, സാഗർ നല്ലവനാണെങ്കിൽ അവനെ ഞാനിവിടെ വിളിച്ചോണ്ട് വരും. പിന്നെ മഞ്ജുവിനെ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് കയറി വരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ സ്വത്തിന്റെ നേർപകുതി അവൾക്കുള്ളതാണ്. അപ്പൊ എന്റെ ഉണ്ണിയേട്ടനോ എന്ന് കരുണ ചോദിക്കുമ്പോ, നിന്റെ ഉണ്ണിയേട്ടനോ കുന്തം, നീ അവനെ വിളിച്ചോണ്ട് വരെ പോവാൻ നോക്കടി, ഇവരെ ജോലി എടുത്ത് ജീവിക്കടി എന്നൊക്കെ കണ്ണം പറയാണ്. ഉണ്ണിയാകെ നാണം കെട്ട് പോകാട്ടോ. ഉണ്ണി അങ്ങനെ തന്നെ അവിടെ തന്നെ നിൽക്കാണ്. നിങ്ങളെ കൊണ്ട് എന്തിനെ കൊള്ളാം എന്ന് കരുണ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. മഹാലക്ഷ്മി പുച്ഛത്തോടെ ഉണ്ണിനെ നോക്കുവാണ്. നീയൊക്കെ ഒരു ആണാണടാ, സ്വന്തം ഭാര്യനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത കഴിവില്ലാത്തവൻ എന്നൊക്കെ രീതിയിൽ മഹാലക്ഷ്മി ഉണ്ണിനെ നോക്കുന്നുണ്ടോ. ഉണ്ണിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും മേഘേട്ടൻ അകത്ത് കിടന്നാൽ ശരിയാവില്ല, എങ്ങനെയെങ്കിലൊക്കെ പുറത്തു വന്നേ പറ്റൂ. മേഘേട്ടനെ എങ്ങനെയെങ്കിലും ഈ കാര്യത്തിൽ രക്ഷിക്കണം. പിന്നെ സാഗർ എന്ന് പറഞ്ഞവനെ, മാർക്കു എന്ന് പറഞ്ഞവനെ നല്ല അടിപൊളി പണി കൊടുക്കണം. അതിന് ഇത് തന്നെ അവസരം. DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ, അതിലൂടെ അവരെ ചതിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ സാഗറിനെ മാർക്കോനെയും ഇതിലേക്ക് കേസിലേക്ക് പെടുത്തണം എന്നൊക്കെ ഉണ്ണി വിചാരിക്കുകയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാമന്റെ അടുത്ത് പോവാനും നിൽക്കാട്ടോ ഉണ്ണി. എന്തായാലും നല്ല അടിപൊളി ഭാഗമായിട്ട് ഇനി കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.